നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒരാൾക്ക് കൂടി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചേലേമ്പ്ര സ്വദേശിയായ യുവാവിന് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ ആകെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച രോഗികളുടെ എണ്ണം 4ആയി. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഓഗസ്റ്റ് 24-നോ 25-നോ നടപ്പിലാക്കുമെന്ന ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ കെ.എ. പോൾ സുപ്രീം കോടതിയിൽ. മാധ്യമങ്ങളെ 3 ദിവസത്തേക്ക് വിലക്കണമെന്നാവശ്യപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് പോൾ ഇക്കാര്യം കോടതിയിൽ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടലിനെതിരായ ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം. പറയാനുള്ളത് കെ.പി.സി.സി പ്രസിഡന്റ് പറയുമെന്ന ഒറ്റ വാചകത്തിൽ മറുപടി ഒതുക്കി വി.ടി. ബൽറാം മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പീരുമേട് എം.എൽ.എ. വാഴൂർ സോമൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ 2 ദിവസത്തിനകം തീരുമാനിച്ചേക്കും. രാഹുൽ മാങ്കൂട്ടലിന് പകരക്കാരനെ കണ്ടെത്താൻ ദീപദാസ് മുൻഷി നേതാക്കളുമായി ചർച്ച തുടരും. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളി, സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി, ഒ.ജെ. ജനീഷ്, കെ.എം. അഭിജിത്ത, ജെ.എസ്. അഖിൽ എന്നിവരാണ് പരിഗണിക്കുന്നത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ രാത്രികാല മെമു ശനിയാഴ്ച മുതൽ സർവീസ് തുടരുന്നു. രാത്രി 8:35 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദ്യ സർവീസ് നിലമ്പൂരിലേക്ക് യാത്ര പുറപ്പെടും. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുന്നതായി ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി ടി സിദ്ദീഖ് എം.എൽ.എയുടെ ഭാര്യ ഷറഫുന്നീസ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നിർദ്ദേശങ്ങൾ നൽകി എ.പി. വിഭാഗം സമസ്ത നേതാവ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. മന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു കാന്തപുരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. കാക്കനാട് 17 വയസ്സുകാരി പ്രസവിച്ചു. തമിഴ്നാട് സ്വദേശിനി കാക്കനാട് സഹകരണ ആശുപത്രിയിലാണ് പ്രസവിച്ചത്. ആശുപത്രിയിൽ ആധാർ കാർഡ് കൊടുത്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ആശുപത്രി അധികൃതർ തൃക്കാക്കര പോലീസിൽ അറിയിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം തള്ളി കോൺഗ്രസ്. എം.എൽ.എ. സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും ധാരണ. ഓണച്ചെലവുകൾക്കായി വായ്പയെടുക്കാൻ സർക്കാർ. പൊതുവിപണിയിൽ നിന്ന് 3000 കോടി രൂപയാണ് വായ്പ എടുക്കുന്നത്. കടപ്പത്രം വഴിയാണ് വായ്പ. കഴിഞ്ഞ ആഴ്ചയും സർക്കാർ 1000 കോടി രൂപ വായ്പ എടുത്തിരുന്നു. കൊല്ലത്ത് 2.5 വയസ്സുകാരിക്ക് തെരുവ് നായയുടെ കടിയേറ്റു. സജീർ സൗമ്യ ദമ്പതികളുടെ മകൾ അഫ്സയ്ക്കാണ് നായയുടെ കടിയേറ്റത്. നടൻ വിനായകന്റെ വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ വിമർശനവുമായി താരസംഘടന അമ്മ. അടൂർ ഗോപാലകൃഷ്ണൻ, യേശുദാസ് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ അധിക്ഷേപ പോസ്റ്റുകൾ പരാമർശിച്ചാണ് വിമർശനം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംഘടനയുടെ ആദ്യ എക്സിക്യൂട്ടീവ് മീറ്റിംഗിലാണ് വിഷയം ചർച്ചയായത്. റാപ്പർ വേടനെക്കുറിച്ച് പഠിക്കാൻ കേരള സർവകലാശാല 4 വർഷ ഡിഗ്രി കോഴ്സുകളിൽ ഇംഗ്ലീഷ് 3ാം സെമസ്റ്ററിലാണ് പാഠഭാഗമുള്ളത്. കോട്ടയം CMS കോളേജിൽ KSUവിന് വിജയം. 15-ൽ 14 സീറ്റ് നേടി 3 പതിറ്റാണ്ടിന് ശേഷമാണ് KSU കോളേജ് യൂണിയൻ പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന MG സർവകലാശാല തിരഞ്ഞെടുപ്പിൽ CMSൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ടെന്ന BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. തൃശൂരിൽ സുരേഷ് ഗോപി വിജയത്തിൽ കള്ളവോട്ട് നടന്നെന്ന് UDF LDF ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു BJP നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന മന്ത്രി വി ശിവൻകുട്ടി. അപൂർവങ്ങളിൽ അപൂർവമായ ആരോപണമാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനായി 1679 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ അറിയിച്ചു. കല്ലറ തച്ചോണത്ത് 1 ലോഡ് ഇന്റർലോക്ക് തനിയെ ഇറക്കിയ അധ്യാപികയായ പ്രിയ വിനോദ്. വീടിന്റെ മുറ്റത്ത് ജോലിക്കാരെ കൊണ്ട് ലോഡ് ഇറക്കാൻ CITU തൊഴിലാളികൾ അനുവദിച്ചില്ലെന്നും അതിനാലാണ് തനിയെ ലോഡ് ഇറക്കിയതെന്നും അധ്യാപിക പറഞ്ഞു. ബിസിനസ് വഞ്ചന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. കേസിൽ കീഴ്ക്കോടതി ചുമത്തിയ $454 മില്യൺ പിഴ അപ്പീൽ കോടതി റദ്ദാക്കി. 5-അംഗ അപ്പീൽ കോടതിയാണ് പിഴ റദ്ദാക്കിയത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവേ യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ച റഷ്യ. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയതെന്ന് യുക്രൈനിയൻ എയർഫോഴ്സ് അറിയിച്ചു. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പരം സുന്ദരി. ഒരു റൊമാൻറ്റിക് കോമഡി ബാനറിൽ പുറത്തിറങ്ങുന്ന സിനിമയുടെ ട്രെയിലറിന് വലിയ ട്രോളുകളാണ് ലഭിച്ചത്. ഇപ്പോഴിതാ സിനിമയിലെ പുതിയ ഗാനം ഇന്നലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നു. ശ്രീനാഥ് ബാസി പ്രധാന വേഷത്തിലെത്തുന്ന പൊങ്കാലയുടെ ടീസർ റിലീസ് ചെയ്തു. വൈപ്പിൻ ഹാർബറിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ചിത്രത്തിന്റെ ടീസർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ മുള്ളൻകൊല്ലി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നു. ഇതിനു മുൻപ് ജോജു ജോർജ് നായകനായ ഒരു താത്വിക അവലോകനം എന്ന ചിത്രം രചന സംവിധാനം നിർവഹിച്ചിരുന്നെങ്കിലും അഭിനയ രംഗത്ത് ഇതാദ്യമായാണ്. രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ശ്രേയസ് അയ്യരെ ഏകദിന ടീം നായകനാക്കുമെന്ന വാർത്തകൾ തള്ളി BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. ശ്രേയസ് അയ്യരെ ഏഷ്യ കപ്പ് ടീമിലേക്ക് പരിഗണിക്കാതിരിക്കുന്നതിന് പിന്നാലെയാണ് ശ്രേയസിനെ ഏകദിന ക്യാപ്റ്റനാക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നത്. ഇതോടെ ന്യൂസ് അറ്റ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.